നമസ്കാരം. എൻഡിഎ സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ്. ഇനി മോദി ഭരണമല്ല, മോദി ചന്ദ്രബാബു നിതീഷ് ത്രയത്തിന്റെ ഭരണമാണ്. കൂട്ടുകക്ഷി സർക്കാർ ശീലമില്ലാത്ത മോദിക്ക് നല്ല രാഷ്ട്രീയ കൗശലമുള്ള ചാട്ടം ശീലമാക്കിയ മുഖ്യ സഖ്യകക്ഷികളെയാണ് കിട്ടിയിരിക്കുന്നത്. ആഭ്യന്തരം, ധനം, റെയിൽവേ, വിദേശകാര്യമടക്കം പ്രധാന വകുപ്പുകൾ വേണം എന്നതാണ് BJPയുടെ ആഗ്രഹം. അതിൽ ധനവും IT-യും അടക്കം വകുപ്പുകളിൽ TDPക്ക് കണ്ണുണ്ട്. 3 MP-ക്ക് 1 മന്ത്രിയും ബീഹാറിൽ തടസ്സമില്ലാത്ത മുഖ്യമന്ത്രി കസേരയുമാണ് നിതീഷിന്റെ ഡിമാൻഡ്. അപ്പുറത്ത് 2014 മുതൽ ഒഴിഞ്ഞുകിടന്ന പ്രതിപക്ഷ നേതാവ് കസേരയിലേക്ക് രാഹുലിനെ ഇരുത്താൻ ഇന്ത്യ മുന്നണി ഒന്നിച്ചു എന്നാണ് റിപ്പോർട്ട്. ഫലം വന്ന 3-ാം ദിനം മോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിക്കഴിഞ്ഞു. സ്വയം പ്രഖ്യാപിത ദൈവം നിലത്തിറങ്ങിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് M. ലിജു, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് ജയസൂര്യൻ, CPയിൽ നിന്നും N. അരുൺകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ സുരേഷ് കുമാർ എന്നിവരാണ്. ആദ്യം BJP പ്രതിനിധിയിലേക്ക്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. ചർച്ചയിൽ ഇപ്പോഴും തീരുമാനങ്ങളായിട്ടില്ല. BJP ആഗ്രഹിക്കുന്ന വകുപ്പുകൾ തന്നെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളും ആഗ്രഹിക്കുകയാണ്. JDU-യും TDP-യും ആഗ്രഹിക്കുകയാണ്. എങ്ങനെ, എത്ര വേഗം ഇത് ഈ വകുപ്പുകളുടെ നിർണയം തീരുമാനിച്ചുകൊണ്ട് ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ നടക്കുമോ? ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയുടെ പൂർത്തീകരണത്തിൽ മാത്രമാണ് അറിയാൻ കഴിയുക. അതുപോലെ ഒരു എക്കോ ഉണ്ട്, സൗണ്ടിന് എക്കോ ഉണ്ട്. പരിഹരിക്കാം ശ്രീ ജയസൂര്യൻ. അതുപോലെ തന്നെ ഏതൊക്കെ വകുപ്പുകളാണ് ചോദിച്ചത് എന്നും ഏതൊക്കെ വകുപ്പുകളെ സംബന്ധിച്ചാണ് ചർച്ച നടക്കുന്നതെന്നും എനിക്കറിയത്തില്ല. മാധ്യമങ്ങൾക്ക് അത് അറിയാമെങ്കിൽ അത് വെളിപ്പെടുത്തണം. ഏതൊക്കെ വകുപ്പ്, ഏതൊക്കെ പാർട്ടി ചോദിച്ചു, മന്ത്രിയാക്കണമെന്ന് പറഞ്ഞത് എന്നൊക്കെ. ലോക്സഭാ സ്പീക്കർ പദവി TDPക്ക് വേണം എന്ന് പറയുന്നു. ധനം, IT, ഗതാഗതം, ജലശക്തി മന്ത്രാലയങ്ങൾ TDPക്ക് വേണമെന്ന് പറയുന്നു. അവിടെ JDU-വിന് 3 MP-മാർക്ക് 1 മന്ത്രിസ്ഥാനം എന്ന നിലയ്ക്ക് ആണ് ഡിമാൻഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൃഷി, പെട്രോളിയം മന്ത്രാലയങ്ങളും കൂടി JDU-വിന്റെ പട്ടികയിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ആളിന് എപ്പോഴാണ് ഈ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയെ കൂടെ പറഞ്ഞ വിഷയം തീർന്നില്ലേ? അതൊന്ന് പറയൂ. ഇത്രയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ എത്രാം തീയതി, എത്ര മണിക്കാണ് സത്യപ്രതിജ്ഞ? ഞായറാഴ്ചയാണ്, വൈകിട്ടാണ്. വാർത്ത പുറത്തു വന്നല്ലോ. നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഇത് ഡിമാൻഡുകളായി മുന്നോട്ട് വന്നു കഴിഞ്ഞു ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ. ഇനിയൊക്കെ ഒന്ന് താഴേക്കിറങ്ങി സംസാരിക്കാം കേട്ടോ. താഴേക്കിറങ്ങി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്ത് തീരുമാനമാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമല്ലോ. ഒരു ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് വിശദമായി ഈ വിഷയങ്ങളെ പഠിച്ച് അപ്പോൾ അവർ തീരുമാനമെടുക്കും. അത് എത്രയും വേഗത്തിൽ വരണമെന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അവരും വളരെ വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചകളൊക്കെ വിശദമായി ഘടകകക്ഷികളുമായിട്ട് നടത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ അധികം കാലതാമസം ഉണ്ടാവില്ല. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചിലപ്പോൾ തീരാം, ചിലപ്പോൾ ദിവസങ്ങളെടുത്തേക്കാം. അതൊക്കെ ചർച്ചകളുടെ ആ ഒരു പൂർണ്ണത അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു സംശയവും വേണ്ട, ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഉള്ള ഘടകകക്ഷികൾക്കെല്ലാം മതിയായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് അധികം താമസിയാതെ തന്നെ കേൾക്കാനും പ്രക്ഷേപണം ചെയ്യാനും സാധിക്കും. എല്ലാ ഘടകകക്ഷികളെയും തുല്യമായി പരിഗണിച്ചുകൊണ്ട്, അവരുടെ എല്ലാ ആവശ്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട്, അതിന്മേലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് നല്ല ഒരു തീരുമാനത്തിലേക്ക് വളരെ വേഗം തന്നെ NDA എത്തും. അതത്ര എളുപ്പമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ സഖ്യകക്ഷികളായി വന്നിരിക്കുന്ന 2 പാർട്ടികളും 2 പാർട്ടികളെയും നേതാക്കളും ചന്ദ്രബാബു നായിഡു ആകട്ടെ, നിതീഷ് കുമാർ ആകട്ടെ, അവർ എങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള രാഷ്ട്രീയ കാലങ്ങളിൽ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ള വ്യക്തമാണ്. പലതവണ മറുകണ്ഠം ചാടിയിട്ടുണ്ട്, പലതവണ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നേടിയെടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ രൂപത്തിലായിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള ഭരണം. നിങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് സത്യം. അതിനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? ഇനി അങ്ങോട്ട് NDA സർക്കാരാണല്ലോ. തീർച്ചയായിട്ടും NDA സർക്കാർ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളതും. ഇതിന് മുമ്പുണ്ടായിരുന്നതും വാജ്പേയിയുടെ കാലം മുതൽ ഉണ്ടായിരുന്നതും NDA സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ NDA സർക്കാരായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും.
ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിതീഷ് കുമാർ അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു പലതവണ പല മുന്നണികളിലേക്കും മാറി മാറി പോവുകയും വരികയും ഒക്കെ ചെയ്ത വളരെയേറെ രാഷ്ട്രീയ സാമർഥ്യം കാഴ്ചവെച്ചിട്ടുള്ള നേതാക്കന്മാരാണ്. ഇവരൊക്കെ NDAയുടെ നേതൃത്വത്തിൽ പണ്ട് ഇരുന്നവരുമാണ്. അതായത് ഒരിക്കൽ ചന്ദ്രബാബു നായിഡു NDAയുടെ കൺവീനർ തന്നെ ആയിരുന്നയാളാണ്. അപ്പോൾ ആ തരത്തിലൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച അങ്ങനെയുള്ളവരെ കൂട്ടുചേർത്തുകൊണ്ട് തന്നെ ഭരിച്ച ഒരു പാരമ്പര്യം BJPക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ പാരമ്പര്യവും ഈ രണ്ട് നേതാക്കൾക്കും ഉണ്ടല്ലോ. നിതീഷ് കുമാറിന്റെ ചാട്ടമൊക്കെ എത്ര തവണയാണ്? തീർച്ചയായിട്ടും അതെ, അത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല. നിതീഷ് കുമാർ എത്ര തവണ ചാടിയെന്ന് നിതീഷ് കുമാറിന് പോലും എണ്ണി തീർക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ട കാര്യമില്ല. എതിരായിട്ട് വന്ന മുന്നണിയുടെ നേതാവായി ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇനിയും സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കണം, രാഷ്ട്രീയമല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ബിജെപിക്ക് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ എളുപ്പമല്ല എന്ന് അഡ്വക്കേറ്റ് ജയസൂര്യൻ സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എളുപ്പമല്ല. അപ്പോൾ എളുപ്പമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ചുള്ള നടപടിയെടുക്കും. ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ കയറ്റം വരികയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടും, ഗട്ടർ വരികയാണെങ്കിൽ അതനുസരിച്ചുള്ള ഗിയർ ഇടും എന്ന് പറഞ്ഞതുപോലെ ഓരോ സന്ദർഭത്തിലും അതനുസരിച്ചുള്ള തീരുമാനമെടുത്തുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കഴിവും കാര്യശേഷിയും ഒക്കെ ഇന്ന് BJP നേതൃത്വത്തിന് കൃത്യമായിട്ടുമുണ്ട്. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി മാത്രമല്ലല്ലോ ഈ BJP എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളവർ അവിടെ ഉണ്ട്. അങ്ങനെയല്ലാതായി എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ആരോപിക്കുന്നതാണ് ഇത് മോദി മന്ത്രം നിങ്ങൾ തന്നെ കൈവിട്ടു. അത് കേവലം ഒരു ആരോപണം മാത്രം. മോദി മന്ത്രം നിങ്ങൾ തന്നെ കൈവിട്ടു അല്ലേ അഡ്വക്കേറ്റ് ജയസൂര്യൻ? മോദി ഒരിക്കലും അല്ല. മോദി മന്ത്രം വിളിക്കുമ്പോൾ അത് ആവശ്യമായ സ്ഥലത്ത് അങ്ങനെ തന്നെ വിളിക്കും, അത് ഇനിയും വിളിക്കും. അപ്പോൾ അത് കൈവിടുന്ന കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം മോദി മന്ത്രം വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതും ഇതുമായിട്ടൊരു ബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നരേന്ദ്രമോദി മാത്രമല്ല BJP, ആ BJPയിലുള്ള എല്ലാ നേതാക്കന്മാരും അതുപോലെയുള്ള മറ്റ് സഖ്യകക്ഷി നേതാക്കന്മാരും ഒന്നിച്ചിരുന്നാണ് തീരുമാനമെടുക്കുക. ഇനിയാണെങ്കിലും പണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ശരി, പഴയ ശൈലിയിൽ മുന്നോട്ട് പോകുക അത്ര എളുപ്പമല്ല. ശ്രീ ജയസൂര്യൻ, താങ്കളിലേക്ക് വരാം. M. ലിജു, പ്രതിപക്ഷം ശക്തമാണ്. പ്രതിപക്ഷ നേതാവായി രാഹുൽ വരണമെന്ന മുന്നണിയാകെ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കോൺഗ്രസ് മറ്റന്നാൾ പ്രവർത്തക സമിതി ചേരുകയുമാണല്ലോ. പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ഇന്ന് രാഹുൽ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് അപ്പുറത്ത് എങ്ങനെയാണ് ഈ സഖ്യകക്ഷി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന്, ഏത് നിമിഷവും അത് വരാൻ സാധ്യതയുണ്ടെന്നും അടുത്തൊരു സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്നും കരുതുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതല്ല പ്രതിപക്ഷത്തിരുന്നാൽ മതി, നേരത്തെ എന്താണോ BJP നടത്തിയത് ആ ഒരു ശൈലിയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്ന നിലപാടുണ്ടോ? ഒന്ന്, ഇതുവരെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കാനാണ്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അതാണല്ലോ കഴിഞ്ഞ ദിവസത്തെ നേതൃയോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. അല്ലാതെ ഗവൺമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഉള്ള ഒരു തീരുമാനവും ഇന്ത്യ മുന്നണിക്ക് മുമ്പിലില്ല. പക്ഷേ സ്വാഭാവികമായും കക്ഷികൾ പുറത്തു വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ഇവിടെ ചർച്ച ചെയ്ത വിഷയം തന്നെ ബീഹാറിൽ നിതീഷ് കുമാർ ആകട്ടെ, ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു ആകട്ടെ, മറ്റ് കക്ഷികളാകട്ടെ, ഇവരൊക്കെ തന്നെ അവരുടേതായ ഓൺ ഐഡന്റിറ്റിയുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ പുറത്തു വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് ചന്ദ്രബാബു നായിഡു സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. നിതീഷ് കുമാർ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഇത്തരം കക്ഷികൾ BJP മുന്നണി വിട്ട് പുറത്തു വരികയാണ് എന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകും. പക്ഷെ അതുവരെ ഏറ്റവും ശക്തമായ ഒരു പ്രതിപക്ഷമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും തീരുമാനം. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇന്ന് രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. നമ്മുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന എക്സിറ്റ് പോളുകളുടെ പൊള്ളത്തരം നമുക്ക് മനസ്സിലായി. പക്ഷേ എക്സിറ്റ് പോളുകൾക്ക് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നുള്ള കാര്യമാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. തീർച്ചയായും ലിജു, ഞാൻ പറയുന്നത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വന്നാലോ, അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വന്നാലോ, വിശദമായി തന്നെ വരാം. തീർച്ചയായും. അപ്പോൾ പറഞ്ഞു പൂർത്തിയാക്കിയോ?
പറയാമോ? പറയൂ. അല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കുതിര കച്ചവടത്തിനായിട്ടുള്ള ശ്രമം കോൺഗ്രസ് പാർട്ടി നടത്തുന്നില്ല. സ്വാഭാവികമായി സംഭവിക്കേണ്ടത് സംഭവിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ മഹാരാഷ്ട്രയിൽ സ്വതന്ത്രനായി വിജയിച്ചു വന്ന MP വിശാൽ പട്ടേൽ ഇതിപ്പോ കോൺഗ്രസ് പ്രസിഡന്റിന് കത്ത് കൊടുത്തു, പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ കേട്ട മറ്റേ വാർത്തകൾ പശ്ചിമ ബംഗാളിൽ നിന്നും ഇപ്പൊ മമതാ ബാനർജി ഇപ്പോഴും സർക്കാർ രൂപീകരിക്കണമെന്ന അഭിപ്രായക്കാരിയാണെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അവരിന്ന് പറഞ്ഞിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്ന് ജയിച്ച 3 MP ഇപ്പോൾ തന്നെ അവരോടൊപ്പം ഉണ്ട് എന്നാണ്. അപ്പൊ അത്തരം ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനുള്ള ഡെവലപ്മെന്റ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാവും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെ ഒക്കെ പൊസിഷൻസ് ഒരിക്കലും സ്റ്റേബിൾ ആണെന്ന് നമുക്ക് ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ഒരു BJP പ്രതിനിധിക്കോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം സത്യപ്രതിജ്ഞ കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ സുരേഷ് കുമാർ, ഇതിപ്പോൾ നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള നേതാക്കൾ നടത്തിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണ വിഷയങ്ങൾ അത് ഏറ്റുപിടിക്കുന്നുണ്ട്. അവരുടെയും ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്. ജാതി സംവരണം എന്നുള്ളത്, ജാതി സെൻസസ് എന്നുള്ളത് നടപ്പാക്കി കഴിഞ്ഞ ആളാണ് നിതീഷ്. ആ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നറിയുന്നപ്പോൾ ബീഹാർ മാതൃകയെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് വേണമെന്നൊരാവശ്യം JDU മുന്നോട്ട് വെച്ചു എന്നുള്ള സൂചന നമുക്കറിയാമല്ലോ. ജാതി സെൻസസിനെതിരെയാണ് ഇത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മോദി രാജ്യത്തുടനീളം പ്രചാരണം നടത്തിയിരുന്നത്, പ്രസംഗിച്ചിരുന്നത്. അപ്പോൾ ജാതി സെൻസസ് എന്ന ആവശ്യം. മറ്റേത് അഗ്നിവീർ പദ്ധതിയാണ്. അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്ന ആവശ്യം പറയുന്നു. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും BJP നിലപാടിൽ നിന്നും വ്യത്യസ്തമാണ് ഈ JDUവിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയുടെയും നിലപാട് എന്നുള്ളതും പ്രധാനമാണ്. UCCയിലടക്കം ഇരു കക്ഷികൾക്കും മറിച്ചുള്ള നിലപാടുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സഖ്യകക്ഷി സർക്കാർ സുഗമമായി മുന്നോട്ട് പോവുക? ഇതിപ്പോ കയ്യില് ചെങ്കോല് തലയില് മുൾക്കിരീടം എന്ന പരുവത്തിലാണ് നരേന്ദ്രമോദി നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ ചർച്ച, സമവായം തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ ഇപ്പോ കഴിഞ്ഞ 2-3 ദിവസമായി BJPയിൽ നിന്നും കേൾക്കുകയാണ്. അപ്പോ ഫലത്തിൽ NDA മുന്നണിയിൽ ഒരു സ്നേഹത്തിന്റെ പൂക്കട തുറന്നു വെച്ച ഒരു സ്ഥിതിയിലാണ് ഇപ്പോ BJPയെ നയിക്കുന്നത്. ഇത് നമ്മൾ ഇത്രയും പറയേണ്ടി വരുന്നത് 2019 സത്യപ്രതിജ്ഞാ സമയത്ത് കിട്ടിയ വകുപ്പ്, ചോദിച്ച വകുപ്പ് കിട്ടാതെ സത്യപ്രതിജ്ഞയുമായി മുന്നോട്ട് പോയപ്പോ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും തന്നെ വിട്ടുനിന്നയാളാണ് നിതീഷ് കുമാർ. പിന്നെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ചന്ദ്രബാബു നായിഡു പിന്നെ മുന്നണി വിട്ടുപോകുന്നത് ഒരുതരം കറിവേപ്പില എടുത്തു കളയുന്ന ലാഘവത്തോടെയാണ് BJP അത് കൈകാര്യം ചെയ്തത്. ഒരു ആന്ധ്രാപ്രദേശിന് പ്രത്യേക സംസ്ഥാന പദവി കിട്ടുന്നില്ല എന്നുള്ള ഒക്കെ ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചങ്ങ് ചന്ദ്രബാബു നായിഡു പോവുകയാണ് ചെയ്തത്. അപ്പൊ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു സമീപനം ഘടകകക്ഷികളോട് സ്വീകരിക്കാൻ ഇത്തവണ മോദി വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ മോദിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കൾട്ട് ഇമേജ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു വിഗ്രഹം പോലെ അദ്ദേഹം പറയുന്നത് എന്തും എങ്ങനെയും എപ്പോഴും ഏത് സമയത്തും നടപ്പാക്കുന്ന ഒരു രീതി, അതിൽ നിന്ന് വിട്ട് സഖ്യകക്ഷി ഭരണത്തിന്റെ ശൈലിയിലേക്ക് പിന്നെ ഈ മോദി സർക്കാരിന് മാറേണ്ടി വരുന്നു. അതായത് 2004 വരെ ഉണ്ടായിരുന്ന വാജ്പേയി സർക്കാരിന്റെ ഒരു സഖ്യകക്ഷി ശൈലിയിലേക്ക് ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാറേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ മുമ്പിൽ ഒത്തിരി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും സമീപനങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോ ഇവിടെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ ജാതി സെൻസസിന്റെ കാര്യം വന്നാല് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇവർ പ്രത്യേക പദവി, ഇപ്പോ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അനായാസം ഒരു പിന്നെ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി അതിന്റെ ബില്ല് കൊണ്ടുവന്ന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയും ഒക്കെ എടുത്തു കളയാൻ കഴിഞ്ഞ മോദി സർക്കാരിന് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ പ്രത്യേക പദവി ആവശ്യപ്പെടുന്ന 2 കൂട്ടരാണ് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നതെന്ന് ആലോചിക്കണം, ആന്ധ്രാപ്രദേശിലും ബീഹാറിലും.
അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കാതെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവരാവശ്യപ്പെടുന്ന വകുപ്പുകൾ, അവർ ചോദിക്കുന്ന ആവശ്യങ്ങൾ ഇതൊക്കെ നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത സ്ഥിതി വരും. ഒരു മന്ത്രിസഭാ യോഗം വ്യവസ്ഥാപിതമായി നടത്തേണ്ടി വരും. മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും ഒക്കെ ഒരുപോലെ വരിഞ്ഞു മുറുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പാർലമെന്റ് നടത്തിപ്പ് വഴിപാട് മാത്രമല്ല എന്ന് വരും. ഈ കഴിഞ്ഞ നമുക്കറിയാം, പാർലമെന്റിന്റെ പുതിയ മന്ദിരം പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് നടത്തിയത്. ഇനിയിപ്പോ അത് നടക്കുമോ? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പ്രതിയോഗികളെ വേട്ടയാടാൻ അന്വേഷണ ഏജൻസികളെ തരം പോലെ ഇറക്കിവിടാൻ കഴിഞ്ഞെന്ന് വരുമോ? ആരോടെങ്കിലും ചോദിക്കാതെ നോട്ട് അസാധുവാക്കാനോ അല്ലെങ്കിൽ പാർലമെന്റ് പണിയാനോ പറ്റുന്ന സ്ഥിതി ഉണ്ടാകുമോ? ഈ നമ്മള് എതിരാളികൾ പറയുന്നത് പോലെ ഈ പശുഗുണ്ടകളെ മൂക്കുകയറിട്ട് നിർത്തേണ്ടി വരില്ലേ? മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രിമാരെ ഉൾക്കൊള്ളിക്കേണ്ടതായി വരില്ലേ? അല്ലെങ്കിൽ പേര് മാറ്റി ചരിത്രം മായ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് നടപ്പാകുമോ? അല്ലെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒരു ഓഹരി വിൽപ്പന, ഇതിനൊക്കെ ഒരു അവധി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യ സമീപനത്തിൽ നിന്ന് തീർത്തും അപരിചിതമായ ഒരു സഖ്യകക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതികളിലേക്കാണ് ഈ നരേന്ദ്രമോദി ഞെരിഞ്ഞമരുന്നത് എന്ന് പറയേണ്ടി വരും. ശ്രീ അരുൺകുമാർ, ഒരു കാലത്തിലും ജനാധിപത്യപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള നേതാവല്ല മോദി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാക്കുകൾക്ക് വിനീത വിധേയരായി കേൾക്കുന്ന ഒരു സംഘം ആളുകളുടെ മുന്നിൽ പ്രതികരിക്കുന്ന രൂപത്തിലാണ് മോദി എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അതെ, പിന്നീട് കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോഴും അതെ. കഴിഞ്ഞ ദിവസം NDA സർക്കാർ രൂപീകരിക്കുന്നു എന്ന് NDA യോഗത്തിന് ശേഷം പറയുന്ന ഘട്ടത്തിൽ മോദിയുടെ ശരീരഭാഷ രീതികൾ എല്ലാം മാറുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ മാറുന്ന മോദിയെയാണോ ഇനി നമ്മൾ കാണാൻ ഇരിക്കുന്നത്? അല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ മോദിക്ക് ഭരിക്കാനാകുമോ എന്ന ചോദ്യവുമുണ്ട്. NDA ഗവൺമെന്റ് യാഥാർത്ഥ്യമാകുന്ന സ്ഥിതിയാണെങ്കിൽ മോദിക്ക് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള സ്വഭാവത്തിൽ, രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. ജനാധിപത്യ ബോധമുള്ള ഒരു പ്രധാനമന്ത്രിയായി മാറേണ്ടി വരും. നിലവിൽ പരിചയമില്ലാത്ത പല രീതികളും അവലംബിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2014 മുതൽ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ കാണിച്ച ജനാധിപത്യ വിരുദ്ധതയുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും ഒരു മുന്നണി സംവിധാനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മുന്നണി ഭരണവും കണ്ടിട്ടുണ്ട്. ഇവിടെ മോദിയുടെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് മോദിക്കൊപ്പം അല്ലെങ്കിൽ BJPക്കൊപ്പം ഉള്ള ജനതാദൾ യുണൈറ്റഡും അതുപോലെ TDPയും. ഈ രണ്ട് പാർട്ടികളുടെയും സ്വഭാവം ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഏത് നിമിഷവും ഇരിക്കുന്ന അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ ഭാഗമാണോ അവിടെ നിന്ന് മാറാൻ യാതൊരു മടിയില്ലാത്ത രണ്ട് കക്ഷികളാണ് ഈ രണ്ട് കക്ഷികളും. ഇപ്പോൾ തന്നെ ഇവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളുൾപ്പെടെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ പ്രചരണ ആയുധമാക്കിയ അഗ്നിവീർ ഉൾപ്പെടെ മാറ്റണം എന്നാണ്, അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വന്നിട്ടുള്ളത്. വലിയ തോതിൽ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിരുന്ന 1 ഇന്ത്യ 1 ഇലക്ഷൻ, അത്തരത്തിലുള്ള പല മുദ്രാവാക്യങ്ങൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മോദിക്ക് മാറി ചിന്തിക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ 1 നേഷൻ എന്ന നിലപാട് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അതുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക പദവി ചോദിക്കുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് 12 സീറ്റുമായിട്ടും അതുപോലെ തന്നെ 16 സീറ്റുമായും മോദിക്കൊപ്പം ഉള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ 2025 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ബീഹാറിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റവും നോക്കിക്കണ്ടുകൊണ്ട് തന്നെ നിതീഷ് കുമാർ എത്ര കാലം NDAക്കൊപ്പം നിൽക്കും, സ്വന്തം സംസ്ഥാനത്തെ പ്രബലത അടക്കം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം സമയം NDAക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടാകേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇപ്പോൾ ശിവസേന തന്നെ പരിപൂർണമായും ഉദ്ധവ് താക്കറേക്കൊപ്പം ഏകനാഥ് ഷിൻഡേക്കൊപ്പം 5 MP ഇപ്പോൾ ചേരാൻ പോകുന്നെന്നെല്ലാമാണ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണരംഗത്ത് തന്നെ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന, വലിയ അലക്കമറിച്ചുകൾ ഉണ്ടാകുന്ന ഒരു നാളെ നമ്മൾ മുന്നോട്ട് നോക്കി കാണുമ്പോൾ ഈ ഭരണം തന്നെ എത്ര കാലം മുന്നോട്ട് പോകും, അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തന്നെ തുടർന്ന് വളരെ അടുത്ത ഘട്ടത്തിൽ തന്നെ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഒരിക്കലും മോദിക്ക് പരിചയമുള്ള രീതിയുമായി മുന്നോട്ട് പോവുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്.
ശ്രീ ജയസൂര്യ, അതാണ് ചോദ്യം. നിങ്ങൾ എന്തൊക്കെ വാദമാണോ ഉയർത്തിയത് അതിൻ്റെ നേർവിപരീതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്ന കക്ഷികളെയാണ് ഇപ്പോൾ സഖ്യത്തിൽ കിട്ടിയിരിക്കുന്നത്. ജാതി സെൻസസ് എന്ന വിഷയം BJPക്ക് താല്പര്യമുള്ള കാര്യമല്ല, അത് നടപ്പാക്കണം എന്ന് തന്നെയാണ് JDU ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് UCCയുടെ കാര്യവും. ഈ ജാതി സെൻസസിൻ്റെ ആവശ്യം നായിഡു മുന്നിട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് 4% സംവരണം പുനഃസ്ഥാപിക്കും എന്നുള്ള വാഗ്ദാനമാണ് അദ്ദേഹത്തിൻ്റെ നാടിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് നടപ്പാക്കേണ്ടി വരും. അപ്പോൾ എല്ലായിടത്തും മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള പ്രചാരണമാണ് ഇവിടെ BJP നടത്തിയിരുന്നത്, മോദി നടത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രചാരണത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വരും. പ്രതിപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഏറ്റുപറയുന്ന സഖ്യകക്ഷികൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ ഭരിക്കും ജയസൂര്യ? നമ്മൾ നരേന്ദ്രമോദിയെ കാണാൻ തുടങ്ങിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തും വന്നതിന് ശേഷം മാത്രമായിരിക്കാം. പക്ഷേ ഞങ്ങൾ നരേന്ദ്രമോദിയെ കാണാൻ അതിനു മുമ്പേ അവസരം കിട്ടിയവരാണ്. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഒരു RSS പ്രചാരകൻ ആയി ആരാലും അറിയപ്പെടാതെ വളരെ സാധാരണമായ ഏറ്റവും താഴ്ന്ന ജീവിത നിലവാരത്തിൽ നിന്ന് പ്രവർത്തന പദ്ധതികളിലൂടെ ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച് അന്നൊന്നും അദ്ദേഹം അറിയപ്പെടുന്നില്ല. കാരണം അന്നൊന്നും അദ്ദേഹം പ്രശസ്തനല്ല, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല. അങ്ങനെ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഇവിടുത്തെ ജനപദങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ സവിസ്തരം മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. വളരെയേറെ വെല്ലുവിളികളിലൂടെയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടർന്നത് എന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തും പ്രധാനമന്ത്രി സ്ഥാനത്തും ഇരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിനില്ല. എന്നാൽ ഒരു RSS പ്രചാരകൻ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളെയും കൈകാര്യം ചെയ്തുകൊണ്ട് പതിറ്റാണ്ടുകൾ അദ്ദേഹം ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഇത് മുഴുവൻ പഠിച്ച വ്യക്തിയായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഏറ്റവും കരുത്തന്മാരായിട്ടുള്ള 2 ഘടകകക്ഷികൾ, യാതൊരു വിധത്തിലും പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവമുള്ള 2 നേതാക്കന്മാർ, അവരുടെ അതിവിചിത്രമായ നിലപാടുകൾ, കർശനവും കാഠിന്യവുമുള്ള ഡിമാൻഡുകൾ, ഇതിനെയൊക്കെ അദ്ദേഹത്തിന് വളരെ സൗമ്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയെ രാഷ്ട്രീയക്കാരനാകുന്നതിന് മുമ്പേ മാറാൻ കഴിവുള്ള നേതാവെന്ന് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ താങ്കൾ ആവർത്തിച്ച് RSS എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി RSSന്റെ ആവശ്യമില്ല BJPക്ക് വളരാൻ എന്ന് പറഞ്ഞത് JP നഡ്ഡയാണ്. അത് നഡ്ഡയുടെ മാത്രം വാചകമായി ആയിട്ടല്ലല്ലോ കാണേണ്ടത്. അതായത് പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഇത് മനസ്സിലാവില്ല. അതാണ് ഞങ്ങളുടെ വിജയം. അതായത് RSS BJP എന്ന് പറയുന്നത് രണ്ടല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി RSS പ്രചാരകനാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും രണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു കാലത്തും നടന്നിട്ടുമില്ല, ഇനിയൊട്ടും നടക്കാനും പോകുന്നില്ല, നടന്നാലൊട്ട് വിജയിക്കാനും പോകുന്നില്ല. കാരണം 100 വർഷമായി തുടർച്ചയായി നിലനിൽക്കുന്ന RSS ഇന്ന് വരെ പിളർന്നിട്ടില്ല. 75 വർഷമായി നിൽക്കുന്ന BJP, ആദ്യകാലത്ത് അതിന് ജനസംഘം എന്നായിരുന്നു പേര്. ആ ജനസംഘം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്താൽ ഏതാണ്ട് 75 വർഷമായിട്ട് ഇന്ന് വരെ പിളർന്നിട്ടില്ല. മറ്റേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റു പാർട്ടികൾ അങ്ങനെയല്ല. അതുകൊണ്ട് അല്ല, നഡ്ഡ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ വ്യാഖ്യാനം മാത്രമാണ്. നദ്ദ പറഞ്ഞതിൻ്റെ അർത്ഥം RSSൻ്റെതായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളോടും കൂടി മാത്രമേ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിൽ നിന്ന് BJP വളരെയേറെ വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം RSSൻ്റെ സപ്പോർട്ട് വേണ്ട എന്നല്ല, സപ്പോർട്ട് ഉണ്ടാവുകയില്ല എന്നല്ല, നിഷേധിക്കുന്നതുമല്ല. കാരണം ഈ നദ്ദ RSS ആണ്, നരേന്ദ്രമോദി RSS ആണ്, ഇവരെല്ലാം തന്നെ RSS ആണ്. പിന്നെ എന്താണ് RSSന്റെ സഹായം ഇല്ല എന്ന് പറയുന്നത്? നദ്ദയ്ക്ക് സ്വയം പറയാൻ പറ്റുമോ എനിക്ക് എൻ്റെ സഹായം വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് എനിക്ക് RSSന്റെ സഹായം വേണ്ട എന്ന് പറയുന്നത്. ശ്രീ സുരേഷ് കുമാർ, ആ വ്യാഖ്യാനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഘട്ടം എത്തിയപ്പോൾ RSSന്റെ സഹായം ആവശ്യമില്ല എന്ന് നദ്ദ പ്രത്യേക സമയത്ത് പറയുകയാണ്. ഇപ്പോൾ RSSനാണെങ്കിൽ മോദി എന്ന ഒരു മുഖം മാത്രം എടുത്തു കാണിക്കുന്നതിൽ RSSന് എതിർപ്പുണ്ട് എന്നുള്ള വിവരങ്ങൾ അടക്കം നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോൾ ആ മുഖം ഇപ്പോൾ മങ്ങിയ അവസ്ഥയിലുമാണ്. അപ്പോൾ RSS എന്താണോ നേരത്തെ പറഞ്ഞത് അത് അംഗീകരിക്കാത്ത കൊണ്ട് വന്ന കോട്ടം എന്ന നിലയ്ക്കാണോ RSS കാണുന്നുണ്ടാവുക? ഈ വ്യാഖ്യാനത്തെ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന വ്യാഖ്യാനത്തെ ഈ ഘട്ടത്തിൽ പറയുന്നതിന് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഈ RSSും BJPയും
പരസ്പര പൂരകങ്ങളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സംഘപരിവാർ സംഘടനകളുടെ ഓരോ പിന്നെ പോഷക സംഘടനകളുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഇതെല്ലാം സംഘപരിവാരത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു രൂപമാണ്. പക്ഷെ ഈ ആർ എസ് എസിന്റെ പ്രവർത്തനം അത് മറ്റൊരു വഴിക്ക് ഒരു സമാന്തര പ്രവർത്തനമായിട്ട് മുന്നോട്ട്, ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്കൊക്കെ മുന്നോട്ട് പോകുന്നു. BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അതുമായിട്ട് RSSന്റെ അതിന്റെ രീതികളുമായിട്ട് BJPയുടെ പ്രവർത്തനത്തെ കൂട്ടിയിണക്കേണ്ട എന്നൊക്കെ ഒരു കാലത്ത് BJP നേതാക്കൾ പറഞ്ഞിരുന്നു. വാജ്പേയി സർക്കാരിന്റെ കാലത്തെ കുറിച്ചൊക്കെ ഓർക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. പിന്നെ ഈ RSSന്റെ നേതൃത്വം അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം, ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയിലാണ് സംഘപരിവാറിന്റെ ഐക്യം കുടികൊള്ളുന്നത്. അത് ഇപ്പൊ മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ലയമുണ്ട്. ആ ലയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ RSSനെ ഇത്ര നാളും പിന്നെ കൊണ്ടു നടക്കാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഒരർത്ഥത്തിൽ കഴിഞ്ഞത്. അപ്പോ RSSന്റെ താല്പര്യങ്ങളെ, RSSനെ സംബന്ധിച്ചിടത്തോളം ഒരു കൾട്ട് ഉണ്ടായി വരുന്നത് എന്നും RSSനേക്കാൾ BJP നേതാക്കൾ വളരുന്നത്, RSSന്റെ പ്രവർത്തനത്തെക്കാൾ ഉയർന്ന തലത്തിലേക്ക് നരേന്ദ്രമോദി മാറുന്നതെന്നും RSSനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പിന്നെ RSSന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ BJP നേതാവിനെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അവർ പ്രതീക്ഷിക്കുക എന്ന് നമുക്ക് കാണാം. ശരി, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വ്യാജ എക്സിറ്റ് പോളുകളുടെ മറവിൽ മോദിയും അമിത്ഷായും ഓഹരി വിപണി തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി എത്തണം എന്ന മുന്നണിയാകെ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ പാർട്ടി തീരുമാനമെടുക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ 3-ാം ദിവസം ഗുരുതര ആരോപണവുമായി രാഹുൽ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുലിന്റെ പ്രതികരണം ഒന്ന് കാണാം. हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है और इसके बारे में हम कुछ सवाल पूछना चाहते हैं. We demand a JPC into this. We are absolutely convinced that this is a scam. Somebody has made thousands of crores of rupees at the cost of Indian retail investors, and the Prime Minister and the Home Minister have given an indication to buy, and this is a criminal act. ലിജു, ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആരോപണം, ഇതിൽ JPC അന്വേഷണം വേണമെന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത്. നേരത്തെയും ഇത്തരം ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരുന്നു. ഈ ഗുരുതരമായ ആരോപണത്തെ എങ്ങനെയാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്? ഈ ആരോപണം അതിശക്തമായി തന്നെ ഇതിൽ ഉറച്ചു നിൽക്കുകയും ഈ വിഷയത്തിൽ അന്വേഷണം വരെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുമോ പ്രതിപക്ഷത്തിന്? ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് മാത്രമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഇപ്പം അദ്ദേഹം പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും വളരെ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്, അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തന്നെ ഓഹരി നിക്ഷേപകരോട് പറയുകയാണ്, വലിയ ജൂൺ 4-ാം തീയതി ഓഹരി വിപണിക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും, നിങ്ങളെല്ലാവരും നിക്ഷേപിക്കണം. എന്നിട്ട് അത്തരത്തിൽ ഇത് വിശ്വസിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നു. അപ്പം അതിനു മുമ്പ് വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് വരെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഈ ജൂൺ 1-ാം തീയതിയോടൊക്കെ അനുബന്ധിച്ച് ഓഹരി വിപണിയിൽ ഒരു കുതിച്ചുചാട്ടം, അപ്വേർഡ് മൂവ്മെന്റ് കാണുന്നു. അതിൽ വിശ്വസിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. തൊട്ടു പിന്നാലെ ഒരു എക്സിറ്റ് പോൾ, നമുക്കറിയാം യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു എക്സിറ്റ് പോൾ, NDA മുന്നണി 400 സീറ്റ് കടക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലും വിശ്വാസമില്ലാത്ത എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി ഇന്റർവ്യൂസ് എല്ലാം നടന്നിരിക്കുന്നത് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ നെറ്റ്വർക്കുകളിലാണ്. അവരുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഏജൻസികളാണ് ഇത്തരം റിസൾട്ടുകൾ പുറത്തുവിട്ടത്. അപ്പോൾ സ്വാഭാവികമായും മോഡി പറഞ്ഞത് വിശ്വസിച്ച്, അവരാണ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ഓഹരി നിക്ഷേപകർ, സാധാരണക്കാരായ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചു. ജൂൺ 4 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വലിയ തിരിച്ചടി നേരിട്ടു. ഓഹരി വിപണി തകർന്നു. 30 ലക്ഷത്തോളം കോടി രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്കുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിന്റെയൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടിയത് അദാനിയെ പോലെയുള്ള കമ്പനികൾക്കാണ്. അവരുടെ ഷെയറുകളിലേക്കാണ് വലിയ നിക്ഷേപം ഉണ്ടായത്. അപ്പോൾ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണം നടക്കണം.
ഒരു പിന്നെ ആസൂത്രിതമായ ഒരു ബൂമാണോ, ഇത്ര ഒരു ബബിൾ സൃഷ്ടിക്കാനാണോ ശ്രമിച്ചത്? പണ്ട് ഹർഷത് മേത്തയൊക്കെ സൃഷ്ടിച്ച ഒരു ലൈനുണ്ട്. അത്തരത്തിലൊരു വലിയ ബബിൾ ഓഹരി വിപണിയിലെ ആളുകളുടെ മനസ്സിൽ പിന്നെ വലിയ മോഹങ്ങൾ കൊടുത്ത് അവരുടെ പണത്തെ ഓഹരി വിപണിയിൽ നിക്ഷേപിപ്പിച്ച് അതുവഴി അദാനിയെ പോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ, അവർക്ക് വലിയ ഇതിൽ പണം കിട്ടാനുള്ളൊരു തട്ടിപ്പാണോ നടന്നെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. അതാണ് അതിന്റെ കൃത്യമായ സൂചന. രാഹുൽ ഗാന്ധി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഒന്നും മറക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഒരു പരാജയത്തിലും തളരുന്നില്ല. രാഹുൽ ഗാന്ധി വിജയത്തിൽ മതിമറക്കുന്നുമില്ല. തന്റെ ദൗത്യം എന്താണെന്ന കൃത്യമായ തിരിച്ചറിവ് ശ്രീ രാഹുൽ ഗാന്ധിക്കുണ്ട്. അതാണ് കാണുന്നത്. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നേരത്തെ പോലെ പ്രതിപക്ഷത്തെ നോക്കി പ്രതിപക്ഷത്തിന് എംപിമാരുണ്ടോ എന്ന് ചോദിക്കാനും അവരെല്ലാം കഴുത്തിന് പിടിച്ച് പുറത്താക്കി പിന്നെ ഏകപക്ഷീയമായി പാർലമെന്റ് നടത്താനൊന്നും നടക്കില്ലല്ലോ. ചെറിയ വ്യത്യാസമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. അപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾ പോലും കൂടെ നിൽക്കുന്ന ഉറപ്പില്ലല്ലോ. നമുക്ക് നോക്കാം. ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഓഹരി കുംഭകോണം എന്നുള്ളതാണ്. എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടുള്ള ഓഹരി കുംഭകോണം എന്നാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ക്രിമിനൽ കുറ്റമാണ് മോദി ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടം വിപണിയിലുണ്ടാക്കിയിരിക്കുന്ന വലിയ കുംഭകോണം. ഒരു പ്രധാനമന്ത്രി എന്തിനാണ് ഓഹരിയിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നത്? ഒരു ആഭ്യന്തരമന്ത്രി എന്തിനാണ് ഓഹരിയിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നത്? 31 ആവശ്യപ്പെടുന്നു, 1 വലിയ ബൂമുണ്ടാകുന്നു, 4 കൂപ്പുകുത്തുന്നു. ആ കൂപ്പുകുത്തുമെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ IB റിപ്പോർട്ടുണ്ടായിട്ടും ഇടത്തരക്കാരായ നിക്ഷേപകരെ പറ്റിച്ചിരിക്കുന്നു. യുവാക്കളടക്കം ഉള്ള നിക്ഷേപകരെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് അന്ന് രാഹുൽ പറഞ്ഞത്. ഇത് അദാനിക്ക് പങ്കുണ്ടാകാം, പക്ഷേ അദാനി മാത്രമല്ല. ഈ എക്സിറ്റ് പോളൊക്കെ ഈ ഘട്ടത്തിലാണ് വരുന്നതും എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അദാനി മാത്രമല്ല, ആ വിദേശ നിക്ഷേപകർ ആരാണ് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. മറുപടിയുണ്ടോ BJPക്ക്? വ്യക്തമായ മറുപടിയുണ്ട്, കൃത്യമായ മറുപടിയുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് കുറേ പാകതയും പക്വതയും വിവരവും ഒക്കെ ഉണ്ടായി എന്നാണ് ഞാനും ധരിച്ചത്. ഇപ്പോൾ രാഹുലിൻ്റെ ഈ പ്രതികരണം, ഈ ആരോപണം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഈ രാഹുലാണ് BJPയുടെ ഇനി വരാൻ പോകുന്ന ഐശ്വര്യം. കാരണം ഇതുപോലെ ബാലിശമായ ഒരു ആരോപണം, അതായത് കുട്ടികൾ പ്ലാസ്റ്റിക് കളിത്തോക്ക് കൊണ്ട് വെടിവെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. ഇത്രയും വലിയ ചോദ്യമൊക്കെ ചോദിച്ചതല്ലേ, മറുപടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കളിത്തോക്ക് കൊണ്ട് വെടിവെച്ചിട്ട് കുട്ടികൾ ഇട്ടോന്ന് കേൾപ്പിക്കുന്ന പോലെയുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ രാഹുൽ വെച്ചിരിക്കുന്നത്. അതായത് ബുള്ളിഷ് ബെയറിഷ് മാർക്കറ്റുകളെ സംബന്ധിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയെക്കുറിച്ചും അറിയാവുന്ന ആൾക്കാർക്ക് ഇത് കേട്ട ചിരി വരും. കാരണം ഷെയർ മാർക്കറ്റ് എല്ലായ്പ്പോഴും സെൻസേഷണലാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ ഷെയർ മാർക്കറ്റ് ഉയരുകയും താഴുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. അത് വാർത്തകളുടെ കാര്യത്തിൽ നടക്കും, കമ്പനിയുടെ റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ നടക്കും. എന്ത് സംഭവം ഉണ്ടായാലും പെട്ടെന്ന് ഒരു പ്രധാനമന്ത്രി പറഞ്ഞ ചരിത്രമുണ്ടോ? താങ്കൾ ഈ പരിഹാസത്തിനിടയ്ക്ക് അതിനൊരു മറുപടി പറയാം. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ശേഷം അദാനിക്ക് എങ്ങനെ വലിയ നേട്ടമുണ്ടായി? അദാനിയുടെ ഓഹരികൾ എങ്ങനെ കുത്തനെ ഉയർന്നു? അല്ല, പറയാവുന്നേ. അതായത് ഷെയർ മാർക്കറ്റിൽ എത്ര കമ്പനികളുണ്ട്, ആ കമ്പനികളിൽ എത്ര കമ്പനികളുടെ മാർക്കറ്റ് ഉയർന്നിട്ടുണ്ട്. അദാനിയുടെയും അംബാനിയുടെയും ഷെയർ ഉയർന്നതിനേക്കാൾ കൂടിയ നിലയിൽ ഉയർന്നിട്ടുള്ള നിരവധി കമ്പനികളുണ്ട്. നമ്മുടെ കേരളത്തിലെ MRF ഉണ്ടല്ലോ, MRF ഉണ്ടായിരിക്കാം, പക്ഷേ വിദേശ നിക്ഷേപകർക്ക് വലിയ നേട്ടമുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. ആയിക്കോട്ടെ, ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. മറുപടി എനിക്കുണ്ട്, തീർച്ചയായിട്ടും മറുപടിയുണ്ട്. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ, മാർക്കറ്റ് ഇടിയുമ്പോൾ മാർക്കറ്റിന്റെ ആ സ്റ്റോക്ക് വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നഷ്ടമുണ്ടായി എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇടപെടുന്നത് 144 കോടി ഇന്ത്യക്കാരിൽ കേവലം 3% മാത്രമാണ്. ആ 3% എന്ന് പറയുന്നത് ഈ വിഷയം അറിഞ്ഞ സബ്ജക്ട് എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ ചുമ്മാ പച്ചക്കറിക്കടയിൽ പോയി സാധനം മേടിക്കുന്ന പോലെ അല്ലല്ലോ ഷെയർ മാർക്കറ്റിലെ ഷെയർ വാങ്ങിക്കുക. ജയസൂര്യൻ, താങ്കൾക്ക് ഇതിൽ നല്ല ജ്ഞാനമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രധാനമന്ത്രി പറയുമോ ഓഹരിയിൽ നിക്ഷേപിക്കൂ എന്ന്? എനിക്ക് ജ്ഞാനമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പറയും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചാൽ മതി. ചോദ്യം മാത്രം പോരെ, മറുപടിയും വേണ്ടേ? അതുകൊണ്ടാണ്. അതായത്
ഷെയർ മാർക്കറ്റ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ആനുപാതികമായിട്ട് ഷെയർ മാർക്കറ്റ് ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞാൽ രാജ്യം സാമ്പത്തികമായി ഭദ്രവും ശക്തവും പുരോഗതിയിലുമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തമായി ധൈര്യമായി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് ശരി. എന്നാൽ മാർക്കറ്റിന്റെ ഉയർച്ച താഴ്ചകൾ ഓരോ ദിവസവും നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തുന്നതിൽ കോടാനുകോടി രൂപയുടെ നഷ്ടവും ഉണ്ടാകുന്നുണ്ട്, നേട്ടവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സുപ്രധാനമായ കാര്യം മാർക്കറ്റ് ഇടിയുമ്പോഴും നിക്ഷേപകന് പണം കിട്ടും എന്നുള്ളതാണ്. ഞാൻ നിക്ഷേപകനായി 24 കൊല്ലമായിട്ട് എനിക്ക് ഈ കളി അറിയാം. അതായത് മാർക്കറ്റ് ഇടിയുമ്പോഴും പൈസ ഉണ്ടാക്കാം, മാർക്കറ്റ് കയറുമ്പോഴും പൈസ ഉണ്ടാക്കാം. ഷെയർ മാർക്കറ്റിൽ നിൽക്കുന്നവർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം. പിന്നെ മാർക്കറ്റ് ഇടിഞ്ഞാൽ അത് ഇടിഞ്ഞങ്ങ് താഴോട്ട് പോകുമൊന്നുമില്ല, 2 ദിവസം കഴിയുമ്പോൾ അത് കയറി വരും. ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് മന്ത്രിസഭ ഇല്ലാതാകുന്ന ഒരു സമയത്ത് കെയർടേക്കർ പ്രധാനമന്ത്രിയുടെ കാലത്ത് മാർക്കറ്റ് ഇടിയും. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ആര് വന്നാലും മാർക്കറ്റ് ഉയരും. ഇതാണ് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണിത്. ഇത് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ഇങ്ങനെയാണ്. ജൂൺ 4 തൊട്ട് മുമ്പ് എന്തിനാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്? മെയ് 31 എന്തിനാണ് ആവശ്യപ്പെടുന്നത്? ഏത് സമയത്തും അതായത് ഏത് സമയത്തും രാജ്യം ഭദ്രവും ശക്തവുമാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഒരു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാർക്കോ അത് പറയാം. ഭരണകക്ഷിക്ക് അത് പറയാനുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല, നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, ഒരു സാമ്പത്തിക പ്രസ്താവനയും കൂടിയാണ്. ഇപ്പോൾ ഈ നഷ്ടം വന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ കണക്കുകൾ 2 ദിവസം കഴിയുമ്പോൾ അത് നേട്ടമായിട്ട് വരും. ജൂൺ 4 വലിയ ബൂം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി എങ്ങനെ പറയും? അഡ്വക്കേറ്റ് ജയസൂര്യൻ, ജൂൺ 4 വലിയ ബൂം ഉണ്ടാകും, വലിയ നേട്ടം ഉണ്ടാക്കാനാകും എന്ന് എങ്ങനെയാണ് പറയുക? IB റിപ്പോർട്ട് ഉണ്ടല്ലോ, ദാ പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടല്ലേ ആളുകളെ പറ്റിക്കുന്നത്? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, മറുപടി ഉണ്ട് എനിക്ക്. അതായത് ബൂം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ബൂം ഇന്നോ നാളെയോ ഉണ്ടാക്കി മറ്റന്നാൾ നിങ്ങൾ അങ്ങ് പോകുന്നല്ല. ബൂം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഷെയർ മാർക്കറ്റ് നോക്കൂ. അത് സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ബൂം ഉണ്ടായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ രാജ്യത്ത് ഷെയർ മാർക്കറ്റിൽ ബൂം തന്നെ തുടരും എന്ന് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ട്. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ ധൈര്യമായി ഷെയർ മാർക്കറ്റിലേക്ക് പോകുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. എങ്ങനെയാണ് കൂപ്പുകുത്തിയത്? ആത്മവിശ്വാസമല്ല, പറ്റിക്കലാണ്. അതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ലിജു, താങ്കൾക്ക് മറുപടി നൽകാം. പ്രധാനമന്ത്രി പറഞ്ഞതിലും അസ്വാഭാവികതയില്ല. മാർക്കറ്റ് ഉയരുകയും അതാണ് പറഞ്ഞത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ചോദ്യം മാത്രം പോരല്ലോ, മറുപടി വേണ്ടേ? അതാണ് പറഞ്ഞത്. ഇത് ആരോപണമാണ്, കൊള്ളയാണ്, അഴിമതിയാണ് എന്നൊക്കെ പറയുന്ന ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തൊന്ന് ഇരുന്ന് കണ്ടാൽ മതി. കുറെ കാലം വലിയ വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി ലിജു, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എത്തുന്ന രാഹുൽ ഗാന്ധി ഒരു വിഡ്ഢിത്തം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വിധി വന്ന് 3-ാം നാൾ എന്നുള്ളതാണ് BJPയുടെ വാദം. എന്തായാലും രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്ന് കണ്ടാൽ മതി എന്നുള്ള ഉപദേശമൊക്കെ എന്തായാലും നന്നായി, നമുക്കത് ഭാവിയിൽ പരിഗണിക്കാം. പക്ഷേ ഇവിടെ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയുമായി ബന്ധമില്ലാത്തതാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം എന്താണ്? രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം എന്നത് ഷെയർ മാർക്കറ്റിൽ ആസൂത്രിതമായ ബൂം സൃഷ്ടിച്ച്, ബബിളുകൾ സൃഷ്ടിച്ച് ഓഹരി നിക്ഷേപകരുടെ പണം ഇത്തരത്തിൽ അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾക്കും വിദേശ നിക്ഷേപകർക്കും കിട്ടാൻ സാഹചര്യം ഉണ്ടായിരുന്നതാണ്. അതിന് അദ്ദേഹം കൃത്യമായ സീക്വൻസ് പറയുന്നുണ്ട്. നമുക്കറിയാം, ഓഹരി വിപണിയിലായിക്കൊള്ളട്ടെ ചില ഗൈഡ് ലൈൻസും ചില കൃത്യമായ നിയമങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനുള്ള റെഗുലേഷൻസ് കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരാളൊരു ഡിമാറ്റ് അക്കൗണ്ട്, രാഷ്ട്രീയ ബന്ധമുള്ള ചില സ്റ്റോക്ക്, ചില ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ ചില ആളുകൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം ചില സമയത്ത് അവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ റിലേഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഡിനേ ചെയ്യപ്പെടും. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിസി മേക്കിങ്ങിൽ ബന്ധമുള്ളവരാണ് എടുക്കുന്നതെങ്കിൽ, ഇത്തരത്തിൽ ഡിമാറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഓഹരി നിക്ഷേപം നടക്കുന്നതെങ്കിൽ വിപണിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും അതുവഴി അനാവശ്യമായ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നുള്ള ഒരു മോറൽ പ്രിൻസിപ്പലാണ് ഇത്തരം ചില മുൻകരുതലുകൾ എടുക്കപ്പെടുന്നത്. പലപ്പോഴും അത്തരം അനുഭവങ്ങളുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോളിസി മേക്കറാണ്. അപ്പൊ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ചിലത് ഓഹരി വിപണിയെ സ്വാധീനിക്കും. നമുക്കറിയാം, പല സാമ്പത്തിക മോണിറ്ററി പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അത്തരം നയങ്ങൾ ഓഹരി വിപണിക്ക് ബൂം ഉണ്ടാക്കുമെന്നറിയാം.
ചിലത് തകർച്ച ഉണ്ടാക്കുന്നതറിയാം. ഇത് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ, ആ പോളിസിയെക്കുറിച്ച് ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന അഡ്വൈസ് മൂലം പലർക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഇവിടെ പ്രധാനമന്ത്രി ചെയ്തതാ, പ്രധാനമന്ത്രി ചെയ്തതാണ് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചുള്ളൂ, നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾക്ക് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നിങ്ങൾക്ക് അതിനുള്ള ലാഭം ഉണ്ടാകും. ഇത് കേട്ടുകൊണ്ട് വിദേശത്തു നിന്നുള്ള ആളുകളെ കൊണ്ട് നിക്ഷേപം ആ സമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ എക്സിറ്റ് പോളുകൾ പറഞ്ഞാൽ ഒരു ബന്ധവുമില്ലാത്ത എക്സിറ്റ് പോളുകൾ, അത് മാനേജ് ചെയ്തതാരാ? അദാനിയെ പോലെയുള്ള ഈ രാജ്യത്തെ മീഡിയ ഗ്രൂപ്പുകളെ വിലക്കെടുത്തിരിക്കുന്ന, ഇതിന്റെ ബെനിഫിഷ്യറി ആകാൻ പോകുന്ന അദാനിയെ പോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ. ലക്ഷക്കണക്കിന് മനുഷ്യർ 30 ലക്ഷം കോടിയോളം രൂപ ഇവർ ഇൻവെസ്റ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ റേറ്റ് ഉയർന്നു. അത് അടുത്ത ദിവസം ഇടിഞ്ഞ് താഴെ പോവുകയാണ്. ഇതിന്റെ ബെനിഫിറ്റ് ആർക്കാണുണ്ടോ? അത് പറഞ്ഞാൽ ആ സമയത്ത് ഡെയിലി ട്രേഡിൽ ഏർപ്പെടുന്ന പലർക്കും, ഇപ്പൊ നമുക്കറിയാം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ലല്ലോ ഉള്ളത്. ഇപ്പൊ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞ അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ മേഖലയുള്ള ആളാണെന്ന. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ലല്ലോ, ഡെയിലി ട്രേഡിൽ ഏർപ്പെടുന്ന ആളുകളില്ലേ? അപ്പൊ സ്വാഭാവികമായി എത്ര ലക്ഷം കോടി രൂപയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്? 30 ലക്ഷം. അപ്പൊ അതിന് പ്രേരണയായതാരാണ്? ഇവിടുത്തെ പോളിസി മേക്കർ അല്ലേ? 30 ലക്ഷം. അതിന് പ്രേരണയായതാരാ? ഇവിടുത്തെ പോളിസി ഡിസിഷൻസ് എടുക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ പോളിസിയെ സംബന്ധിച്ച് കൃത്യമായ നിലപാടെടുക്കുന്ന പ്രധാനമന്ത്രിയല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ അഷുറൻസ് വിശ്വസിച്ചല്ലേ ഇത്രയും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തത്? അവരല്ലേ ഈ ട്രേഡിംഗിൽ ഏർപ്പെട്ട ആളുകൾ? അപ്പൊ സ്വാഭാവികമായിട്ട് അതിനൊരു കോൺസ്പിറസി ഉണ്ട്. നിരവധി കോർപ്പറേറ്റുകൾക്ക്, നിരവധി ഇത്തരത്തിലുള്ള നിക്ഷേപകർക്ക് വൻതോതിൽ പണം കിട്ടുവാനും സാധാരണക്കാരന്റെ പണം നഷ്ടപ്പെടാനും ഉള്ളത് പറഞ്ഞാൽ അതെങ്ങനെ മണ്ടത്തരമാവുന്നത്? ആ എക്സിറ്റ് പോൾ കൊടുക്കുന്ന ചാനലുകൾ എന്ന് പറയുന്നത് അദാനിയുടെ ചാനലുകളാണ്. അതെല്ലാം കോൺസ്പിറസിയാണ്. വേറെ ആരും എക്സിറ്റ് പോൾ എടുത്തിട്ടില്ല. അദാനിയുടെ ചാനൽ മാത്രമാണ് എക്സിറ്റ് പോൾ നടത്തിയത്. അത് എന്തൊരു മണ്ടത്തരായി പറയുന്നത്! ഈ രാജ്യത്തെ മുഴുവൻ എക്സിറ്റ് പോൾ മാനിപ്പുലേറ്റഡ്. ഇത് മാനിപ്പുലേറ്റഡ്. അതാ അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ കുറെ ഒരുത്തന്നെ ഇരുന്ന് കരയുന്നത് കണ്ടു. ഇന്ത്യ ടുഡേയിൽ പ്രദീപ് ഗുപ്ത ഇരുന്ന് കരയുക. അദ്ദേഹം എന്റെ പ്രവചനം തെറ്റിപ്പോയി. അതൊക്കെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, ഈ അതിവൈകാരികത കാണുമ്പോൾ, നാടകം കാണുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടതുണ്ട്. വലിയ കോൺസ്പിറസി. അതുകൊണ്ടാണ് JPC അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് മുൻകാലങ്ങളിൽ ഓഹരി കുംഭകോണം ഉണ്ടായപ്പോൾ JPC അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുമ്പോൾ അത് ഉണ്ടാവണ്ടേ? അതുപോലും ആർക്കൊക്കെ ബെനിഫിറ്റ് കിട്ടി എന്ന് അന്വേഷിക്കണ്ടേ? ബെനിഫിറ്റ് ഉണ്ടായില്ലേ? വേണ്ട, അന്വേഷിക്കുക. വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ട് രാഹുൽ തുടങ്ങി എന്നുള്ളതാണ് BJP വാദം. അരുൺ, രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു വിഡ്ഢിത്തമായിട്ട് വരുത്തി തീർക്കേണ്ട ചില ആളുകളുണ്ട്, അവരായിരിക്കും അത് പറയുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് 1-ാം തീയതി എക്സിറ്റ് പോൾ ഫലം വരുന്ന ഘട്ടം മുതൽ തന്നെ സാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ പറയുന്ന കാര്യം തന്നെയാണിത്. അപ്പോൾ ഈ എക്സിറ്റ് പോൾ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം ഇത് എക്സാഗറേറ്റ് ചെയ്തതാണ്, ഇത് പലർക്കു വേണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് ചർച്ച ഉയർത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായ ചോദ്യം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എക്സിറ്റ് പോൾ എന്താണ്, ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, പിന്നെ എന്താണ് BJPക്ക് അത്തരത്തിലുള്ള താല്പര്യം? BJPക്ക് അത്തരത്തിലൊരു താല്പര്യം ഉണ്ടായിരുന്നു, മോദിക്ക് അത്തരത്തിലുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം എന്ന് പറയുന്നത് കൃത്രിമമായി ബൂം ഉണ്ടാക്കുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ കൃത്രിമമായി ബൂം ഉണ്ടാക്കിയതിന്റെ റിസൾട്ടും ഗുണവും ആർക്കുണ്ടായി എന്ന് ചോദിച്ചാൽ അദാനി സംഘത്തിന് അത് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി അദാനിക്ക് വേണ്ടി, കോർപ്പറേറ്റ് സംഘങ്ങൾക്ക് വേണ്ടി ഒരു ബ്രോക്കറെ പോലെ, അതല്ലെങ്കിൽ ഒരു ദല്ലാളെ പോലെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിങ്ങൾ ഷെയർ എടുക്കൂ, കടന്നു വരൂ, വാങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർക്കറ്റിൽ വഴിവാണിഭക്കാരനെ പോലെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങൾ പണം നിക്ഷേപിക്കൂ, നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ആക്ഷേപിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ക്രിമിനൽ കുറ്റമായി മാറുന്നത് ഇത്തരത്തിൽ കൃത്രിമമായി ഒരു ഡിസൈഡിങ് ഫാക്ടറായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന വ്യക്തികൾ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൃത്രിമമായി വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു കുംഭകോണത്തിന്, അതല്ലെങ്കിൽ വലിയ അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതൊരു ക്രിമിനൽ കേസ് തന്നെയാണ്, ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സാമ്പത്തിക വിദഗ്ധന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും എടുക്കണമെന്നാണ് പറയുന്നത്. സുരേഷ് കുമാർ, താങ്കൾ എങ്ങനെയാണ് രാഹുലിന്റെ ആരോപണങ്ങളെ കാണുന്നത്? പഴയ ഇമ്മ്യൂണിറ്റി ഇല്ല മോദിക്ക് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് തലേ ദിവസം പറഞ്ഞത്
നിങ്ങൾ തൊഴിലിന് അപേക്ഷിക്കൂ, അല്ലെങ്കിൽ വിലക്കയറ്റം കണക്കിലെടുത്ത് നിങ്ങൾ ഗ്യാസ് എടുക്കുന്നത് 2 ദിവസം കഴിഞ്ഞു മതി എന്നൊന്നുമല്ല, ഓഹരിയിൽ നിക്ഷേപിക്കൂ എന്നാണ്. ഇതിനകത്തൊരു തീർച്ചയായിട്ടും അനൗചിത്യമുണ്ട് എന്നുള്ള പ്രധാനമന്ത്രി പറയുമ്പോൾ അനൗചിത്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ BJP നടത്തിയ പ്രസ്താവനകള് ആയിട്ട് ഇപ്പോൾ രാഹുൽ നടത്തിയ പ്രസ്താവനകളെ ചേർത്ത് വായിച്ചു നോക്കുക. അപ്പൊ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്താണ് പറഞ്ഞത് BJP? അദാനിക്ക് വേണ്ടി അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കാൻ വേണ്ടി ചെയ്ത നടപടികളാണ് എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോ ഇത് ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചെയ്യാമോ എന്നുള്ളതാണ്. അതിനകത്തൊരു അനൗചിത്യമുണ്ട്. ഇപ്പൊ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് സെബി സ്വീകരിച്ച നടപടികള്, അതുപോലെ തന്നെ ഇപ്പോ ഈ എക്സിറ്റ് പോളുമായി നടത്തിയതിനെ തുടർന്ന് നടത്തിയ പ്രസ്താവനകൾ, ഇതൊക്കെ അന്വേഷണ വിധേയമായ ആക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം അതിനകത്ത് ഒക്കെ ഓരോ അനൗചിത്യത്തിന്റെ മാത്രമല്ല, ചില ഗൂഢനീക്കങ്ങളും അതിനകത്ത് സ്പഷ്ടവുമാണ്. ശരി, നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ട് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.